ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ APSA കണ്ണൂർ ജില്ലാ വാർഷിക ജനറൽ ബോഡിയും കുടുംബസംഗമവും നമ്മളെ കണ്ണൂർ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളുണ്ടാവും. APSA എന്താണെന്ന് വെച്ചാൽ പലർക്കും അറിയണ്ടാവില്ല. അക്വേറിയം ആൻഡ് പെറ്റ് ഷോപ്പ് അസോസിയേഷൻ, അതിൻ്റെ ഷോർട്ടാണ് APSA. ഈ ഒരു സംഘടന നമ്മളെ കേരളം ഒട്ടാകെയുള്ള ഒരു സംഘടന കേട്ടോ. നമ്മളെ അക്വേറിയം മേഖലയിലെ എല്ലാ ഷോപ്പുകളും ചേർന്നുകൊണ്ടുള്ള ഒരു സംഘടന കേട്ടോ. അതിൻ്റെ കണ്ണൂർ ജില്ലാ വാർഷിക ജനറൽ ബോഡി കുടുംബസംഗമമാണ് കഴിഞ്ഞ ആഗസ്റ്റ് 31 ഞായറാഴ്ച തളിപ്പറമ്പ് ബാംബു റെസ്റ്റോറൻറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെ പരിപാടികൾ നടന്നു. ഏകദേശം 70ഓളം ആൾക്കാർ പങ്കെടുത്തുള്ള ഒരു വലിയ പരിപാടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നുണ്ടാവും ഓരോ ബ്രാൻഡുകളുടെ, നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ മാസ് ഓയിൽ എന്ന് പറയുന്നത്, അവരുടെയൊക്കെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് തരാൻ വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാട്ടോ. ഈ കാണുന്ന രണ്ടുപേരൊക്കെ ഓരോ ബ്രാൻഡിൻ്റെ ആൾക്കാരാണ്. അതുപോലെ നമുക്ക് അവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ചായ ഉണ്ടായിരുന്നു, ഉച്ചക്ക് നല്ല ഗംഭീരമായ ബിരിയാണി തന്നെ ഉണ്ടായിരുന്നു. കുടുംബസംഗമം കൂടിയാണ്, നല്ല രീതിയിൽ പങ്കാളിത്തം നമുക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. രാവിലെ തന്നെ വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ 10 മണിക്കാണ് നമ്മൾ പ്രോഗ്രാം പറഞ്ഞതെങ്കിലും പരിപാടി തുടങ്ങുമ്പോൾ ഏകദേശം 11 മണിയായിട്ടാണ്. കാരണം ഒരുപാട് ദൂരത്തൊക്കെ ആൾക്കാർ എത്തി വരേണ്ടതല്ലേ. ഇതാണ് കേട്ടോ മാസ് ഓയിലിൻ്റെ അവരുടെ പരസ്യമാണ്. അവരുടെ ആൾക്കാർ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ എല്ലാവർക്കും ഒരു ഗിഫ്റ്റായിട്ടും ഫ്രീ ആയിട്ട് ഐറ്റംസ് തന്നിട്ടുണ്ട്, സാമ്പിൾ പ്രൊഡക്റ്റായി. കുറച്ച് സമയം കഴിഞ്ഞതിന് ആൾക്കാരെണ്ണം കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം പരിപാടി തീരുന്ന സമയത്തോളം ഏകദേശം 70ഓളം ആൾക്കാർ നമ്മളെ ഈ പരിപാടിയിൽ ആകെ മൊത്തം പങ്കാളികളായിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന നേതാക്കൾ ഒക്കെ ഉണ്ട് കേട്ടോ. സംസ്ഥാന നേതാക്കളും എല്ലാവരും കൂടിയുള്ള പങ്കാളിത്തമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടിൻ്റെ സ്വാഗതം പറഞ്ഞത് ഞാനാണ്. നിലവിലെ കണ്ണൂർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് മീഡിയ സെൽ അംഗവും കൂടിയാണ് ഞാൻ. അതിനുശേഷം ഞാൻ അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് ഇപ്പോൾ അധ്യക്ഷനാണ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന അധ്യക്ഷനാണ് സംസാരിക്കുന്നത്. അധ്യക്ഷൻ നമ്മുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ജോജി ചെറുപുഴയാണ്. അതിനുശേഷം നമ്മൾ ഉദ്ഘാടകനായിട്ടുള്ള രാജേഷേട്ടൻ വന്നു. നമ്മളെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഷോപ്പ് വരുന്നത് തളിപ്പറമ്പാണ്, തളിപ്പറമ്പ് പറവ പെറ്റ്സ് എന്ന് പറയും. അദ്ദേഹം വന്നു ഉദ്ഘാടന പ്രസംഗം നടത്തി. അത്യാവശ്യം നമ്മൾ ഈ മേഖലയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിയും കാര്യങ്ങളും അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം സംസാരിച്ചു. നമ്മൾ ഈ സംഘടന വന്ന വഴികളും അതിനെപ്പറ്റിയൊക്കെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചു. പിന്നെ 11 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും അവിടെ അന്ന് പങ്കാളികളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരിപാടി നല്ല രീതിയിൽ തന്നെ നമുക്ക് നടത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇപ്പം നോക്കി ഏകദേശം നമ്മൾ ഫുൾ ആളായിട്ടുണ്ട്. കുടുംബസംഭവം കൂടി തന്നെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരെ നമുക്ക് പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വേദിയിലിരിക്കുന്നതിൽ അന്ന് സംസ്ഥാന പ്രസിഡൻറ്റും ഉണ്ട്, സംസ്ഥാന നേതാക്കളൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം വിളക്ക് കൊളുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി രാജേഷ് അവർകൾ അദ്ദേഹം വന്നു. ആദ്യം തന്നെ വിളക്ക് തെളിയിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം നമ്മുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള PK ലാളിച്ചേട്ടൻ അദ്ദേഹവും ഒരു തിരി കത്തിച്ചു. അതിനുശേഷം നമ്മുടെ ജില്ലാ സെക്രട്ടറി കത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സംസ്ഥാന ട്രഷറർ ഖാദർഭായ് അദ്ദേഹം കത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് സംസ്ഥാന ട്രഷറായിട്ടുള്ള ഖാദർ പട്ടാമ്പി കേട്ടോ. അതിനുശേഷം നമ്മളെ ജില്ലാ സെക്രട്ടറി ദിബേഷ് മയിൽ അദ്ദേഹം വിളക്ക് കത്തിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ പ്രസിഡൻറ്റ് ജോജി ചെറുപുഴ അദ്ദേഹവും കത്തിക്കുന്നുണ്ട്. ഈ സൈഡിൽ ക്യാമറ പിടിച്ചിരിക്കുന്നത് നമ്മളെ സംസ്ഥാന മീഡിയ സെല്ലിൻ്റെ കൺവീനറാണ് കേട്ടോ, സക്കീർ ഭായ്. അദ്ദേഹം പരിപാടിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. അതിനുശേഷം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ലാളിച്ചേട്ടൻ നല്ല രീതിയിലൊരു പ്രസംഗം തന്നെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. സംഘടന പറ്റിയുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗംഭീരമായിട്ടുള്ള ഭാവി കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഗംഭീരമായിട്ടൊരു സംഭാഷണം തന്നെ അദ്ദേഹം നടത്തി. ഇതുകൂടെ നമുക്കൊരു വിശിഷ്ട അതിഥി കൂടി ഉണ്ടായിരുന്നു. പെറ്റ് സ്റ്റേഷൻ, നമുക്കറിയാം കണ്ണൂർ ജില്ലയിലെ പെറ്റ് സ്റ്റേഷൻ മാട്ടൂരുള്ള അതിൻ്റെ ഓണർ കൂടിയായിട്ടുള്ള സാബിർ എന്ന് പറഞ്ഞുള്ള അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് കുറച്ച് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്ന സമയത്തുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല, ഞാൻ മറ്റ് ചില തിരക്കുകളായിട്ട് പുറത്തായിരുന്നു. ഇത് അദ്ദേഹത്തിന് നമ്മളെ വക APSA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ വക ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്തതാണ് സാബിർ ഭായിക്ക്. എന്തായാലും ഓണത്തോട് തൊട്ടടുത്തുള്ള ദിവസം തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പുകാർ തിരക്കും കാര്യങ്ങളും പറഞ്ഞിട്ട് വരാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ പങ്കാളിത്തം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. കാരണം കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള
ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാകും. എന്നിരുന്നാൽ കൂടി എത്താൻ പറ്റുന്ന പരമാവധി ഷോപ്പ് ഉടമകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് സാബർ ബായിക്ക് നമ്മളെ കിരൺ ബായിയുടെ വക ഒരു അവരുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിനുശേഷം നമ്മളെ മാസ് ഓയിലിൻ്റെ അവരുടെ പ്രൊഡക്റ്റും കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഒക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ കിരൺ മോഹൻ സാർ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പ്ലാന്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള അക്വാറ്റിക്സിൻ്റെ കുറച്ച് പ്രൊഡക്ട്സും മരുന്നുകളൊക്കെ ആയിരുന്നു. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും മുഴുവൻ അദ്ദേഹം കൃത്യമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ നമ്മളെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ദിബേഷ് അദ്ദേഹം നമ്മളെ ഒരു വർഷത്തെ നമ്മളെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തന റിപ്പോർട്ട് കൃത്യമായി തന്നെ അവതരിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ജില്ലാ ട്രഷറർ കൂടിയായിട്ടുള്ള മിഥുൻ അദ്ദേഹം നമ്മുടെ ഒരു വർഷത്തെ കണക്കും കാര്യങ്ങളും സംഘടനയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കണക്കുകളും കൃത്യമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് നമ്മളെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള വിനോദേട്ടൻ അദ്ദേഹം വന്ന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പരിപാടി ഏകദേശം അവസാനിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു 2 മണിയോട് കൂടി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ കൂടി പരിപാടി 3 മണിയോട് വരെയാണ് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം അത്രയും രീതിയിലുള്ള ആൾക്കാരും പങ്കാളിത്തവും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിരൺ സാറിൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഒന്നുകൂടി എല്ലാവർക്കും വേണ്ടി അത് ചെയ്യുന്നതായിരിക്കുമെന്ന് സംഘടന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. ഓക്കെ ബായ്, വീണ്ടും കാണാം.